ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പുകാലം 4-ാമത്തെ ആഴ്ച. ഈ ആഴ്ചയിൽ നമ്മുടെ പരിചിന്തനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ: ഒന്നാമത്തെ വായന ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്നത്, മോശ മരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ദൈവം തന്നെ നിശ്ചയിച്ച ജോഷുവയോട് ചില കാര്യങ്ങൾ ദൈവം പറയുന്നതാണ്. കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു: എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും, കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടി എന്നതുപോലെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. പ്രിയപ്പെട്ടവരെ, മോശ മരിച്ചതിന് ശേഷം തൻ്റെ പിൻഗാമിയായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ജോഷുവ എന്ന് പറയുന്ന ആ ധീരനും വിശ്വസ്തനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ജനത്തെ നയിക്കുന്നത് മോശയാണ്, ജോഷുവയാണ്. രണ്ടുപേരും പൗരോഹിത്യ വൃത്തിയിൽപ്പെട്ടവരല്ല. അഹ്റോനെയാണ് പുരോഹിതനാകാൻ ദൈവം തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ ജോഷുവയോടാണ് ദൈവം എല്ലാം സംസാരിച്ച് പറയുന്നത്. അങ്ങനെ ജോഷുവയോട് പറയുന്നു: നീ നിൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് തുടങ്ങുക. ജോർദാൻ നദിയുടെ അക്കരെ വെച്ച്, മോവാബ് ദേശത്ത് വെച്ച് മോശ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും തൻ്റെ ജനത്തെ അറിയിച്ചു. അതിനുശേഷം തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പിന്നെ ജോഷുവയോട് പറയുന്നു: നീയാണ് ഇനി ഈ ജനത്തെ ജോർദാൻ്റെ അക്കരെയുള്ള കാനാൻ ദേശത്തേക്ക് നയിക്കേണ്ടത്. നീ ധൈര്യത്തോടെ പോവുക. നിന്നോടുകൂടി ഞാൻ എന്നും ഉണ്ടായിരിക്കും. നിൻ്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ഈ ഒരു വാക്ക് എപ്പോഴും ജോഷുവയുടെ ദൈവം ആവർത്തിക്കുന്നത് കാണാം. കാരണം മറ്റൊന്നുമല്ല, ജോഷുവയും കാലേബുമാണ് ഈ ഉറ്റുനോക്കാൻ പോയവരിൽ, കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയവരിൽ ധൈര്യപൂർവ്വം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത്. ദൈവം നമ്മളോടുകൂടി ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ജനത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇവർ രണ്ടുപേർ മാത്രമാണ്. ഈ 2 പേർക്ക് മാത്രമാണ് ഈജിപ്തിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് കഴിഞ്ഞവരിൽ കനാൻ ദേശം കാണാനുള്ള ഭാഗ്യം ദൈവം അനുവദിച്ചു കൊടുത്തത്. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തനും ധീരനുമായിരുന്നുകൊണ്ട് ആ ജനത്തിൻ്റെ മുമ്പേ അവരെ നയിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോയതുകൊണ്ടാണ്. എന്നിട്ട് പറയുകയാണ്: ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. നിന്റെ ദൗത്യമാണ്. പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെയല്ല. നമുക്കൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ നമ്മൾ ആ ദൗത്യ നിർവഹണം മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു. ഈ ദൗത്യ നിർവഹണം എവിടെയാണ് നടത്തേണ്ടത്? ഈ ജനത്തെ മുഴുവൻ കാനാൻ ദേശത്തേക്ക് നയിക്കുക എന്നുള്ള ദൗത്യമാണ്. ആ ദൗത്യ നിർവഹണം എവിടെയൊക്കെയാണ് നിർവഹിക്കപ്പെടേണ്ടത്? കുടുംബത്തിൽ കുടുംബനാഥനും നാഥയുമൊക്കെ അത് ചെയ്യണം. സ്കൂളിലെ ഹെഡ്മിസ്ട്രസും ഒക്കെ അത് ചെയ്യണം. മഠത്തിലെ ആശ്രമത്തിലെ സുപ്പീരിയർ അത് ചെയ്യണം. ഇടവകയിലെ വികാരിച്ചൻ അത് ചെയ്യണം. രൂപതയിലെ രൂപതാധ്യക്ഷൻ അത് ചെയ്യണം. ഓഫീസിലെ ഹെഡ് ക്ലാർക്ക് അത് ചെയ്യണം. ചുരുക്കത്തിൽ നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്നൊരു ദൗത്യമാണ്. ഈ ദൗത്യത്തിലൂടെ നമുക്ക് വ്യക്തിപരമായി എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ടാകും. ഞാൻ എൻ്റെ ഭാഗം ക്ലിയറാക്കി എങ്ങനെയെങ്കിലും നല്ലവനായി ജീവിച്ച് നല്ലവനായി ജീവിച്ച് സ്വർഗത്തിലേക്ക് പോവുക എന്നൊരു
ആശയം മാത്രമാണ്. എനിക്ക് മാത്രം കൃപ ലഭിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കൃപ ലഭിക്കണം. എന്നാൽ അതങ്ങനെയല്ല. ക്രൈസ്തവ വിശ്വാസികൾ ദൈവം തിരഞ്ഞെടുത്ത പുതിയ ഇസ്രായേൽ, അത് രക്ഷകൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ആ രക്ഷകനാകുന്ന ശിരസ് നൽകുന്ന മാർഗനിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോയി ഈ ലോകത്തെ മുഴുവൻ കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ദൗത്യമാണ് നമുക്കുള്ളത്. ഈ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതിലെ ഈ നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിൽ അശ്രദ്ധയൊക്കെ വെച്ച് പുലർത്തുന്നത്. ഈ ജനത്തിന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്ത, ജനത്തിന് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. ഇന്നിതാ നമ്മളോട് പറയുന്നത്, ഇന്ന് നിങ്ങളാണിതെല്ലാം ചെയ്യേണ്ടത്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത്. നിന്റെ ഉദ്യമങ്ങളെല്ലാം നീ വിജയിക്കും. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കണം. ഇതിന്ന് മറന്നുപോകുന്നൊരു കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആ നിയമങ്ങൾ അത് അചഞ്ചലമായിട്ട് പള്ളി വ്യത്യാസമില്ലാതെ അനുസരിച്ചേ മതിയാകും. ആ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉദ്യമങ്ങളിലെല്ലാം നമ്മൾ വിജയം വരിക്കാൻ പോകുന്നത്. പറുദീസായിൽ പഴം തിന്നരുത് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു നിയമത്തിൻ്റെ വഴിയുണ്ട്. അതനുസരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ പറുദീസായുടെ അനുഭവം എന്നും ഉണ്ടാകുമായിരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ അവരാ നിയമം ലംഘിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് പറുദീസ നഷ്ടമായി. ഇവിടെ മോശയ്ക്ക് നൽകിയിട്ടുള്ള അതേ നിയമങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നീ അതെല്ലാം വള്ളി തെറ്റാതെ അനുസരിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യായപ്രമാണ ഗ്രന്ഥം എന്നവർ പറയുന്നത് തോറ എന്ന് പറയുന്ന പഞ്ചഗ്രന്ഥിയാണ്. ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മാത്രമല്ല, പിന്നീട് വരുന്ന പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന് പറയുകയാണ്, അതെപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് പരാജയങ്ങൾ പറ്റുന്നു. ദൈവത്തിൻ്റെ വചനമായ ആ വചനഗ്രന്ഥം നമ്മുടെ അധരത്തിൽ നിരന്തരമായിട്ട് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ അതില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിലൊരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അനുസരിക്കാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് അതിനെ യാതൊരു വ്യത്യാസവും കൂടാതെ, സാഹചര്യം മനസ്സിലാക്കാതെ ഇന്നത്തെ അർത്ഥത്തിൽ മാത്രം എടുത്ത് അനുസരിക്കണമെന്നല്ല. അത് എഴുതിയ കാലഘട്ടത്തിൽ അതിനൊരർത്ഥമുണ്ടായിരുന്നു. അതിൻ്റെ ആ അർത്ഥത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ആ രീതിയിൽ അതിനെ പാലിക്കണമെന്നുള്ളതാണ്. നീ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. സങ്കീർത്തനം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാതിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നുവെന്ന്. നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതനുസരിച്ചാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നിട്ട്, നമ്മുടെ മജ്ജയിലേക്ക്, മാംസത്തിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മളുടെ മനസ്സ് തിരിക്കുന്നത്. അതുകൊണ്ടത് നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടല്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. എപ്പോൾ നിന്റെ അധരത്തിൽ നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ട് നടക്കുകയും അതിനെപ്പറ്റി നീ രാവും പകലും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് നീ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. മറ്റു വാക്കുകൾ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ അധരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല, അത് നമുക്ക് ധ്യാനിക്കാൻ കഴിയുന്നില്ല. നമ്മളതിനേക്കാൾ എല്ലാം വില കൊടുക്കുന്ന പലപ്പോഴും മനുഷ്യൻ്റെ വചനങ്ങളാണ്. ഈ മനുഷ്യൻ്റെ വചനങ്ങൾ നമുക്കൊരിക്കലും ഈ വചനം, ദൈവത്തിൻ്റെ വചനം പോലെയുള്ള ശക്തി നൽകുകയില്ല. നീ ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവം നമ്മളോടുകൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ദൗത്യ നിർവഹണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രതിസന്ധികളുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവം നമ്മളോടുകൂടി ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുക. എസ്രാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എസ്രായും കൂട്ടരും
സൈറസ് രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് ആ അസീറിയൻ ദേശത്ത് ബാബിലോണിയയിൽ നിന്ന് ജെറൂസലം ദൈവാലയം പുതുക്കിപ്പണിയാനായിട്ട് ജെറൂസലത്തിലേക്ക് പലസ്തീനായിക്ക് തിരികെ പോകുന്ന ആ കഥ എസ്രായുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അവിടെ എസ്ര ഒരു ഘട്ടത്തിൽ പറയുന്നു, രാജാവിനോട് എനിക്ക് ഏതാനും കുതിരക്കാരെയും കുതിരപ്പടയാളികളെയും കൂട്ടിന് വിടാൻ അപേക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലജ്ജിക്കുന്നു. കാരണം എന്താണ്? കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു രാജാവിനോട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്, ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും, ഞങ്ങൾക്ക് മനുഷ്യൻ്റെ സംരക്ഷണം ആവശ്യമില്ല എന്ന്. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ രാജാവിനോട് ഈ സഹായം അഭ്യർത്ഥിച്ചില്ല. പകരം ഞങ്ങളൊരു നദിക്കരെ അവരെന്താണ് ചെയ്തത്? 3 ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ ഉപവാസവും പ്രാർത്ഥനയും നമ്മളെ മുന്നോട്ട് നയിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പലപ്പോഴും ഈ തരത്തിലുള്ള ഉപവാസവും പ്രാർത്ഥനയും ഒന്നും ഇല്ലാതായി എന്നുള്ളതാണ് ഒരു വസ്തുത. ഉപവസിച്ചുകൊണ്ട് എന്തെങ്കിലും നേടാനാകുമോ? പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും നേടാനാകുമോ? ദൈവത്തിന് ഇതെല്ലാം അറിയാവുന്ന കാര്യമല്ലേ, എന്നെ കിട്ടുന്നതിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർക്കണം, അതിൻ്റെ പൂർണ്ണമായ തോതിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. ഈ ഉപവാസം പ്രാർത്ഥന എങ്ങനെ എന്നിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെ ദൈവത്തിൽ പ്രവർത്തിക്കുന്ന അറിഞ്ഞുകൂടാ. പക്ഷേ അതിന് പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളോടുകൂടി ഉണ്ട് എന്നുള്ള ആ ചിന്ത മറക്കാതിരിക്കുക. രണ്ടാമത്തെ വായന 2 കൊരിന്തോസ് 13:5-10 നിന്നാണ്. അവിടെ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. ഈശോ മിശിഹാ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യോശുവയോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നീ എൻ്റെ വചനങ്ങൾ ധ്യാനിക്കണം രാവും പകലും, അതിൻ്റെ അധരത്തിലുണ്ടായിരിക്കും. ഇവിടെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നമ്മുടെ അധരത്തിൽ ഈ ദൈവവചനമുണ്ടോ എന്ന് പരിശോധിക്കുക. രാവും പകലും നമ്മളത് ധ്യാനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മൾ ആ വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാതെ നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. പരീക്ഷ അറിയുന്നപ്പോഴാണ് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ്. പ്രതിസന്ധികൾ തളർന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അതുകൊണ്ട് നന്മ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ഒരു സമൂഹ നേതാവിനെ നമ്മൾ അയാൾ നന്മ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ നന്മ പ്രവർത്തിച്ചേ മതിയാകൂ. ആ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട്, ചെറിയൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സത്യത്തിനെതിരായി പ്രവർത്തിക്കരുത് എന്നർത്ഥം. നമ്മുടെ സമൂഹം ഇന്ന് ഈ സത്യത്തിനെതിരായി പ്രവർത്തിക്കാനായിട്ട് നമ്മളെ അമ്പാടും പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട്. സത്യത്തെ നമ്മൾ ഇപ്രകാരം അനുസരിക്കാതിരിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പിടിച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈ പൗലോസിലെ പറയുന്നത് എന്താണ്? നിങ്ങൾ നിരന്തരമായിട്ട് പരീക്ഷിച്ചറിയണം, നമ്മൾ സ്വീകരിച്ച വിശ്വാസം നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. എപ്പോഴൊക്കെ നമ്മൾ പരീക്ഷിച്ചറിയുന്നപ്പോൾ മാത്രമേ നമുക്ക് വീഴാതിരിക്കാനായിട്ട്, നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് പറയുകയാണ്. സുവിശേഷ വായന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയാണ്. ഈശോ നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലേക്ക് പോയി. ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇത് തന്നെയല്ലേ യോശുവയോടും പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക, നിന്നോടുകൂടി ഞാൻ എന്നും ഉണ്ടായിരിക്കും, നീ യാതൊരു കാരണവശാലും ഭയപ്പെടരുത്. ഇന്നും കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ കാര്യം തന്നെ, ഞാൻ നിങ്ങളോടുകൂടെ യുഗാന്തം വരെ ഉണ്ടായിരിക്കും. ചെയ്യുന്നതെന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക.
ഒരുപക്ഷെ ഇവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്, പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ. നമ്മൾ മിഷൻ പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം പഠിപ്പിച്ചു എന്ന് നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക. നമ്മൾ ഒരുപാട് സ്കൂളുകൾ നടത്തി കാണും, കോളേജുകൾ നടത്തി കാണും, ആശുപത്രികൾ നടത്തി കാണും, സാമൂഹ്യ പ്രവർത്തനം നടത്തി കാണും. അത് നമ്മൾ ഈശോ പറഞ്ഞതിൻ്റെ പ്രായോഗിക വശമാണ്. പക്ഷേ ആ താത്വികമായിട്ട് ഈശോ പറഞ്ഞ കാര്യം ചെയ്തോ എന്നുള്ളതാണ്. ഈശോ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞ കാര്യം അത് നമ്മൾ പഠിപ്പിച്ചോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഈ വചനം നിരന്തരമായിട്ട് അവരുടെ അധരത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അവരതിനെ രാവും പകലും ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പള്ളിയിൽ ഒരുപാട് പ്രാർത്ഥന യോഗങ്ങൾ കൂടുന്നുണ്ടാവാം, അവരെ നമ്മൾ കൂദാശകൾക്ക് ഒരുക്കുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം ഈ ഒരു കാര്യത്തിൻ്റെ അഭാവത്തിൽ അത് ശക്തിയില്ലാത്തതായി മാറാം. എന്ന് പറഞ്ഞാൽ ഇത് സ്വീകരിക്കുന്ന വ്യക്തികളിൽ അതിനൊരു താത്വികമായിട്ടുള്ള അടിസ്ഥാനമില്ലെങ്കിൽ അത് യാന്ത്രികമായി സ്വീകരിക്കപ്പെടുന്നതായി മാറും. ജ്ഞാനസ്നാനം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ, അത് കർത്താവിനോടുകൂടിയുള്ള മരിച്ചുത്ഥാനമാണെന്ന് മനസ്സിലായില്ലെങ്കിൽ കേവലം ഒരു ആഘോഷമായിട്ട് തീരുകയുള്ളൂ. ഇന്ന് നമ്മുടെ കൂദാശകൾ, ഏത് കൂദാശകളായാലും, ആദ്യത്തെ എടുത്തു നോക്കുക മാമോദീസ, തൈലലേപനം, അല്ലെങ്കിൽ ബാക്കി പിന്നീട് വരുന്ന വിശുദ്ധ കുർബാന, ഇതെല്ലാം നമുക്ക് കേവലം ആഘോഷങ്ങളായിട്ട് മാറിയോ ഇല്ലെന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ മാറിയിട്ട് കാര്യമില്ല. അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. കർത്താവ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കുക. വൈദിക ജീവിതം, പട്ടം, അതെല്ലാം, അല്ലെങ്കിൽ ഈ രോഗി ലേപനം, ഇതെല്ലാം എടുത്തു നോക്കുക. വിവാഹം, നമുക്കിത് ആഘോഷം മാത്രമായി അവശേഷിച്ചു എന്ന് നോക്കുക. ഇവിടെയാണ് നമ്മളിന്ന് ആത്മശോധന ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനം നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. രാവും പകലും നീ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോൾ മാത്രമേ നിനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടാനും ശക്തനും ധീരനുമായിരിക്കാനും കഴിയുകയുള്ളൂ. ആ മോശയോട് പറഞ്ഞ അതേ വചനങ്ങൾ, ജോഷുവയോട് പറഞ്ഞ വചനങ്ങൾ ഇന്നും നമ്മളോട് ദൈവം പറയുന്നുണ്ട്. നമുക്ക് ശക്തനും ധീരനുമായിരിക്കാം. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഈ ഉറപ്പുകാലത്ത് പ്രത്യേകിച്ച് ഓർക്കുക. നമ്മളെ ദൈവം പറഞ്ഞയക്കുകയാണ്. അവിടുന്ന് ഈ പറഞ്ഞയക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? താൻ കൽപ്പിച്ച കാര്യങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാകും. ഈ ഭൂമി ഒരു സ്വർഗമായി മാറും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.